may have to, might have to ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് സംശയങ്ങളുണ്ടാകാറുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനമായി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന നമുക്ക് സംസാരിക്കാൻ ആവശ്യമായി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഷീ മേ കം എന്ന് പറയുമ്പോൾ അവൾ ചിലപ്പോൾ വന്നേക്കാം അല്ലേ. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. അപ്പം ഈ ഒരു മേ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഒരു മേ കൊണ്ട് MAY മേ എന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാനും കഴിയും. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന എക്സർസൈസ് ഇവിടെ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവന് നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് നമുക്കറിയാം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ മേ എന്നതിൻ്റെ കൂടെ എപ്പോഴും മേ ഹാവ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഊഹമാണല്ലേ, സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ മേ ഹാവ് യൂസ് ചെയ്യുന്നത്. അതായത് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ക്വാളിഫിക്കേഷൻ പറയാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ എനഫാണ് അല്ലേ. അപ്പം അവന് ചിലപ്പോൾ ആവശ്യത്തിന് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ ഹി മേ ഹാവ് എനഫ് ക്വാളിഫിക്കേഷൻ. കണ്ടോ, അതായത് അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കാം. ഹി മേ ഹാവ് ഇനഫ് ക്വാളിഫിക്കേഷൻ. എന്നാൽ അവന് ആവശ്യത്തിന് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായിരിക്കാം എന്നാണെങ്കിലോ മേ ഹാവ് എന്നതിനെ മേ നോട്ട് ഹാവ് എന്നാക്കുന്നു. ഹി മേ നോട്ട് ഹാവ് ഇനഫ് ക്വാളിഫിക്കേഷൻ. ഓക്കെ ആണോ? അതായത് വളരെ എളുപ്പത്തിലാണ് ഈ മേ ഹാവ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അവൾക്ക് ഇന്ന് ചിലപ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കാം. ഷീ മേ ഹാവ് ക്ലാസ് ടുഡേ. അവൾക്ക് ഇന്ന് ചിലപ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കാം. ഷീ മേ ഹാവ് ക്ലാസ് ടുഡേ. അവൾക്ക് ചിലപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലായിരിക്കാം എന്നാണെങ്കിലോ ഷീ മേ നോട്ട് ഹാവ് ക്ലാസ് ടുഡേ. എളുപ്പത്തിൽ നമുക്ക് ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അവൻ്റെ കൈവശം ടിക്കറ്റ് ഉണ്ടായിരിക്കാം. ഹി മേ ഹാവ് ടിക്കറ്റ് വിത്ത് ഹിം. നിസാൻഡെന്നോ അവൻ്റെ കൈവശം എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ വിത്ത് ഹിം. ഹി മേ ഹാവ് ടിക്കറ്റ് വിത്ത് ഹിം. അവൻ്റെ കൈവശം ടിക്കറ്റ് ഇല്ലായിരിക്കാം. ഹി മേ നോട്ട് ഹാവ് ടിക്കറ്റ് വിത്ത് ഹിം. അപ്പോൾ ഇവിടെ മേ ഹാവിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. അതായത് ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്ന് പറയുവാൻ ചിലപ്പോൾ എന്നത് ശ്രദ്ധിക്കുക, ഉണ്ടായിരിക്കാം എന്നത് ശ്രദ്ധിക്കുക. അപ്പം മേയും ഹാവൂടെ ചേർന്നിട്ട് മേ ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, അവൻ്റെ കൈവശം താക്കോൽ ഉണ്ടായിരിക്കാം. ഹി മേ ഹാവ് കീ വിത്ത് ഹിം. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടായിരിക്കാം. യു മേ ഹാവ് ഡൗട്ട്. അവന് ചിലപ്പോൾ സംശയമില്ലായിരിക്കാം. ഹി മേ നോട്ട് ഹാവ് ഡൗട്ട്. ഓക്കെ ആണോ? അപ്പോൾ മേ ഹാവ് എന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മേ ഹാവ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് മേ ഹാവ് യൂസ് ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ എളുപ്പത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പേഴ്സണലായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തത് നമുക്ക് മേ ഹാവ് ആണ് ഇപ്പോൾ പഠിച്ചതെങ്കിൽ ഇനി അടുത്തത് മേ ഹാവ് ടു എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്, എന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറയാനായിട്ടാണ് നമുക്ക് മേ ഹാവ് ടു യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ പറയാണ് എനിക്ക് ട്യൂഷന് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ട്യൂഷന് പോകേണ്ടി വരും. അപ്പോൾ എന്താണ് പോകുക എന്നുള്ളത് ഗോയാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ ട്യൂഷൻ ആകുമ്പോൾ ഫോർ ട്യൂഷൻ അല്ലേ. ഐ മേ ഹാവ് ടു ഗോ ഫോർ ട്യൂഷൻ. ഐ മേ ഹാവ് ടു ഗോ ഫോർ ട്യൂഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരും എന്ന് പറയാൻ നമുക്ക് മേ ഹാവ് ടു യൂസ് ചെയ്യാം. എനിക്ക് അവളെ കാത്ത് ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ളതിന് ഐ മേ ഹാവ് ടു വെയിറ്റ് ഫോർ ഹെർ. എവിടെയാണ്? അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഐ മേ ഹാവ് ടു വെയിറ്റ് ഫോർ ഹെർ അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഓക്കെ. നമുക്ക് ചിലപ്പോൾ സംഭാവന കൊടുക്കേണ്ടി വരും. വി മേ ഹാവ് ടു ഗിവ് ഡൊണേഷൻ. വി മേ ഹാവ് ടു ഗിവ് ഡൊണേഷൻ. നോക്കൂ, ഞാൻ ട്യൂഷന് പോകേണ്ടി വരും. ഐ മേ ഹാവ് ടു ഗോ ഫോർ ട്യൂഷൻ. എനിക്ക് അവളെ കാത്ത് ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും. ഐ മേ ഹാവ് ടു വെയിറ്റ് ഫോർ ഹെർ അറ്റ് ദ ബസ് സ്റ്റാൻഡ്. നമുക്ക് ചിലപ്പോൾ സംഭാവന കൊടുക്കേണ്ടി വരും. വി മേ ഹാവ് ടു ഗിവ് ഡൊണേഷൻ. ഇവിടെ നമുക്ക് ചിലപ്പോൾ സംഭാവന കൊടുക്കേണ്ടി വരില്ല എന്നാണെങ്കിലോ വി മേ നോട്ട് ഹാവ് ടു ഗിവ് ഡൊണേഷൻ. മേ ഹാവ് ടു മനസ്സിലായല്ലോ. മേ ഹാവ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാണെങ്കിൽ മേ ഹാവ് ടു യൂസ് ചെയ്യുന്നത് മേ ഹാവ് ടുവിന് ശേഷം ടു വെർബാണെങ്കിൽ അവിടെ എന്താണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മേ ഹാവ് എന്നതുപോലെ മേ ഹാവ് ടു യൂസ് ചെയ്യുമ്പോൾ മേ ഹാവ് ടു എപ്പോഴും ഒരു വെർബിൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകുക എന്നുള്ളത് ഗോ ആണെങ്കിൽ മേ ഹാവ് ടു ഗോ. സഹായിക്കുക എന്നുള്ളത് ഗോ ആണെങ്കിൽ ഹെൽപ്പാണെങ്കിൽ മേ ഹാവ് ടു ഹെൽപ്പ്. കാത്തു നിൽക്കുക എന്നുള്ളത് വെയിറ്റ് ആണെങ്കിൽ മേ ഹാവ് ടു വെയിറ്റ്. കൊടുക്കുക എന്നുള്ളത് ഗിവ് ആണെങ്കിൽ മേ ഹാവ് ടു ഗിവ്. അപ്പോൾ ഇങ്ങനെ അത് മനസ്സിലാക്കി കൊണ്ടുപോവുക. അപ്പം മേ ഹാവും മേ ഹാവ് ടു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കൂ. ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ചെയ്യേണ്ടി വന്നേനെ. ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നേനെ എന്ന് പറയില്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു കാര്യം മുമ്പ് ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റിയേനെ എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ മൈറ്റ് ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പറയാണ് നീ ഇംഗ്ലീഷ് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫൈൻ അടയ്ക്കേണ്ടി വന്നേനെ. അപ്പോൾ അവിടെ എങ്ങനെ പറയും? നീ ഇംഗ്ലീഷ് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അത് മുമ്പുള്ളതാണല്ലോ. ഇഫ് യു ഡിഡ്ന്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഒരു പക്ഷേ ഫൈൻ അടയ്ക്കേണ്ടി വന്നേനെ. യു മൈറ്റ് ഹാവ് ടു പേ ഫൈൻ. അപ്പോൾ അവിടെ ആ ഒരു കാര്യം മുമ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ എന്ന് പറയുന്നത്. ഓക്കെ. നീ നന്നായി പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പരാജയപ്പെട്ടേനെ. ഇഫ് you didn't practice well, you might have to fail. നീ നന്നായി പഠിച്ചില്ലായിരുന്നുവെങ്കിൽ പരീക്ഷ തോറ്റേനെന്നാണെങ്കിലോ ഇഫ് യു ഡിഡ്ന്റ് സ്റ്റഡി വെൽ യു മൈറ്റ് ഹാവ് ടു ഫെയിൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മൈറ്റ് ഹാവ് ടു നമുക്ക് മേ ഹാവ് ടു യൂസ് ചെയ്യുന്നത് പോലെ അതിന് മുമ്പ്, അതായത് മുമ്പ് നടന്നതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് മൈറ്റ് ഹാവ് ടു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മേ ഹാവ് ടു, മൈറ്റ് ഹാവ് ടു, ഇത്രയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ എക്സർസൈസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവന് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലായിരിക്കാം. അവന് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലായിരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് അയാളെ ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. എനിക്ക് അയാളെ ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. തേർഡ്, നമുക്ക് ചിലപ്പോൾ അവരെ ക്ഷണിക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ അവരെ ക്ഷണിക്കേണ്ടി വരും. ഫോർത്ത്, അവൻ ഒരു മൊബൈൽ തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ മൊബൈൽ വാങ്ങേണ്ടി വന്നേനെ. അവൻ മൊബൈൽ തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ മൊബൈൽ വാങ്ങേണ്ടി വന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അവൻ്റെ കൈവശം ചിലപ്പോൾ കുടയില്ലായിരിക്കാം. അവൻ്റെ കൈവശം ചിലപ്പോൾ കുടയില്ലായിരിക്കാം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നന്നായി കമൻറ്റ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഞാനിവിടെ തിരുത്തിത്തരുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെക്കുറിച്ച് അറിയേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.